ഉച്ചയ്ക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് കേട്ടോ. അപ്പോഴത്തേക്കും നല്ല കൊഴുകുഴ മുടിമുഴ എന്നുള്ളൊരു ഫില്ലറ്റ്, അതായത് ഹമൂറിന്റെ ഫില്ലറ്റ് ഉണ്ട്. എന്തോ ഒരു ഗ്രേവിയിലൊക്കെ ഉള്ളൊരു സാധനമാണ് കേട്ടോ. എന്താണെന്നുള്ള എനിക്ക് പേരറിയത്തില്ല. അപ്പം ഞാൻ നല്ല ബീറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടിയത് മതി. പേരൊന്നും ഞാൻ ഓർമ്മയിലൊക്കെ അറിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല. നല്ല ഗ്രേവിയിലൊക്കെ മുങ്ങി കൊഴുകുഴാന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രോൺസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി സത്യം പറഞ്ഞ പേരൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഓർത്ത് വെക്കാനുള്ളൊരു മൈൻഡ് ഇല്ല. അമ്മയുടെ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണെങ്കിൽ ഇളകി മറിഞ്ഞ് തൂങ്ങി തൂവാലായിട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എടുത്ത് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൽ മറ്റേ നമ്മളെ ഫ്രഷ് ക്രീമില്ല അതൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ തലയൊക്കെ എടുത്തിട്ട് ഞാൻ നല്ല രീതിക്ക് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തീരെ നാളെ മലയാളം എനിക്ക് എപ്പോഴും മനസ്സിലായി. ഫുഡിന്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഞാൻ വാങ്ങിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. അവിടെ ഞാൻ മാനേഴ്സ് ഒന്നും നോക്കാറില്ല. ദെൻ ഞാനൊരു മട്ടൻ ബിരിയാണി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇടുമ്പോൾ തന്നെ എൻ്റെ പൊന്നെ എന്തോരം ചൂടാണ് മകളുടെ പറന്ന് പാറിപ്പോകുന്നത്. അത് കണ്ടപ്പോഴത്തേക്കും എൻ്റെ 1.5 മിനിറ്റ് നോക്കി പ്രാർത്ഥിച്ചതിന് ശേഷം പതിയെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ വാവ് ഒന്നും പറയാനൊന്നുമില്ല. അതിൽ ഒരുപാട് പീസ് ഉണ്ടായിരുന്നു. ഇത്രയും പീസൊക്കെ ഞാൻ ഇതുവരെയ്ക്കും ഒരു ബിരിയാണിയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ പീസൊക്കെ പിച്ച് വലിച്ച് ചോറിൻ്റെ കൂടെ കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ തൊണ്ടറ്റം വരെ ഫുഡ് ആയതിനു ശേഷം ഒരു ലെമൺ സോഡ വാങ്ങിച്ചങ്ങ് കുടിച്ചു ഗൈസ്. അപ്പോൾ ഏകദേശം എൻ്റെ വയർ ഇങ്ങനെ സെറ്റായി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാം. അതായിരിക്കും ബൈ.